ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാലിനി ഉണ്ടാക്കിയ കറികളുടെ മേന്മയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇനി മേലെ ഇവിടെ കണ്ടുപോരുത്. എന്റെ കൺവെട്ടത്ത് പോലും വന്നേക്കരുത്. നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആ പിടിച്ചു. ഉണ്ട് നോക്കിയിരിക്കണേ, കഴിയങ്ങോട്ടു. ഞാൻ കഴിക്കല്ലേ അച്ഛാ. ആ സാമ്പാറിങ് എടുത്ത്. പിറന്നാളാറ് രൂപ എന്തൊരു ധൃതിയായിരുന്നു. ഇപ്പൊ ഒരു ധൃതിയില്ല. ഇതൊക്കെ വിഷ്ണു കുഞ്ഞിന്റെ ഒരു നമ്പറല്ലേ സാറേ? ശരിയാ, വിഷ്ണു അച്ഛന് നേരത്തെ 2 നമ്പർ ഉണ്ടായിരുന്നു. ഒന്ന് വിളിച്ചാ കിട്ടിയില്ലെങ്കിൽ അടുത്ത നമ്പറിൽ വിളിക്കാം. പക്ഷെ ഇപ്പൊ ഒറ്റ നമ്പറേ ഉള്ളൂ. ആര് പറഞ്ഞു? ഈ പറഞ്ഞ ഒറ്റ നമ്പറേ ഫോണിൽ മാത്രമേ ഉള്ളൂ. കയ്യിൽ എന്തോരം നമ്പരാ പിള്ളേ. കുറച്ചു മുമ്പ് നമ്മളിവിടെ കണ്ടതെല്ലാം അവന്റെ സ്വന്തം നമ്പറുകളായിരുന്നു. ഇന്നിപ്പോ അച്ഛൻ വന്നിട്ട് 3-4 മണിക്കൂറല്ലേ ആയുള്ളൂ. അതിനുള്ളിൽ അച്ഛന് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഫുൾ ടൈം കൂടെ നിൽക്കുന്ന എന്റെ അവസ്ഥ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കിയേ. സമ്മതിക്കണം. നേരത്തെ ഓഫീസ് ടൈമിൽ ഇല്ലായിരുന്നു, ഇപ്പൊ അതും ആയില്ലേ. അല്ല മോളെ, നമുക്ക് താല്പര്യമില്ലെങ്കിലേ ഈ ജില്ലാ കളക്ടർക്ക് നേരിട്ട് ഡ്രൈവറെ മാറ്റാനുള്ള വകുപ്പ് ഉണ്ടോ? ആ പിന്നെ സ്പോട്ടില് മാറ്റാം, വേറെ ആളെയും വെക്കാം. പിന്നെ ഒരാളുടെ കഞ്ഞി കൂടി ഞാനായിട്ട് മുട്ടിക്കുന്ന എന്തിനാന്ന് ഓർത്തിട്ട. അത് ശരി, കളക്ടറൊക്കെ ഇപ്പൊ കഞ്ഞാണ് കുടിക്കുന്നത്. ഓ, എല്ലാരും വളഞ്ഞിട്ടുള്ള ആക്രമണമാണ് അല്ലേ? ഓ ശരി ശരി ശരി, ആയിക്കോട്ടെ. നമ്മളെ വിലയൊക്കെ മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. അതെ അതെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, അല്ലേ വിഷ്ണു കുഞ്ഞേ? എന്റെ അമ്മോ, മൊത്തത്തിൽ എല്ലാരും കോമഡി ആണല്ലെന്ന്. ആ പിന്നെ വൈകിട്ടെന്തോ വ്യാപാരമേളെന്ന് പറഞ്ഞല്ലോ, അത് പോണെങ്കിൽ ഞാൻ തന്നെ കനിയണോട്ടാ. അയ്യടാ, അവന്റെ ജാട ഉണ്ടില്ലേ മോളെ. നീ വൈകിട്ട് ടാക്സി എടുത്ത് പോയാൽ മതി. ഡ്രൈവർമാർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അച്ഛനൊക്കെ ഇപ്പൊ ഇവിടെ നിങ്ങൾ പോവും, പിന്നെ ഞാനേ ഉണ്ടാവുള്ളൂ ട്ടാ. വീട്ടിൽ ചെന്ന അമ്മയെ പഠിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്ത ആളായി പറയണേ. കേട്ടാ, ഇപ്പോഴേ ചുമച്ചു തുടങ്ങിയില്ലേ? ദേ സത്യാമ്മേ, ഇതൊക്കെ സത്യാമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ. പായസം വരെ ഉണ്ട്. മരുമകളും മകനും കൂടി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം തന്നു വിട്ടതാ. പുനി, ദേ ഇതകത്തേക്ക് കൊണ്ടുവച്ചേ. അതെ, അതവിടെ ഇരിക്കത്തേ ഉള്ളൂ. സത്യഭാമ അത് കഴിക്കുന്നത് നിങ്ങൾ ആരും കരുതണ്ട. നിങ്ങളൊരു മനുഷ്യനാണോ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങളത് കേൾക്കുന്നില്ല. പിന്നെ ആര് പറഞ്ഞാലാ നിങ്ങൾ കേൾക്കുന്നത്? സത്യമേ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അതിന്റെ പേരില് രാഘവൻ സാറിന് വെറുതെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? താൻ മിണ്ടരുത്. താൻ ഒറ്റ ഒരാളാ രാഘവേട്ടനെ കൂടി ചീത്തയാക്കുന്നത്. അവന്റെ ബർത്ത്ഡേക്ക് പോണോന്നുള്ളതേ ഞങ്ങളെക്കാൾ താല്പര്യം തനിക്കായിരുന്നല്ലോ. ഒണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നു. ചോറിവിടെ കൂറവിടെയാണല്ലേ?
ശാലിനി ഉണ്ടാക്കിയ കറികളുടെ മേന്മയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇനി മേലാൽ ഇവിടെ കണ്ടുപോരുത്. എന്റെ കൺവെട്ടത്ത് പോലും വന്നേക്കരുത്. ഭാമി നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആ പിടിച്ചു. നല്ല മുഴുത്ത ഭ്രാന്ത. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ഇവിടുന്ന് ഭ്രാന്ത് തൊള്ളിന്ന് വരും. എടോ അവിടെ അങ്ങനെയൊക്കെ പറയും, താനത് കാര്യാക്കണ്ട. ഇല്ല സാറേ, സത്യമ്മ പറഞ്ഞതാ ശരി. ഞാൻ അന്ന് ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. കടിച്ചു തൂങ്ങി കിടന്നത് ഭക്ഷണം മോഹിച്ചല്ലായിരുന്നു, നിങ്ങളുടെയൊക്കെ സ്നേഹം മോഹിച്ചു തന്നെ. പക്ഷേ ഇപ്പൊ എനിക്കൊന്ന് മനസ്സിലായി, നമ്മൾ സ്നേഹം കൊടുക്കുന്ന പോലെ തിരിച്ചു കിട്ടണമെന്ന് വാശി പിടിക്കാൻ പാടില്ല. അത് ആഗ്രഹിച്ചു പോയതാ എന്റെ തെറ്റ്. വരട്ടെ സാറേ. എടോ പിള്ളേ, എടോ പിള്ളേ, പിള്ളേ, എടോ പിള്ളേ. എവിടെ നൂർജഹാൻ? വിളിക്കവളെ. തന്റെ നാവർങ്ങിപ്പോയോ? എടോ തന്നോടാ ചോദിച്ചേ നൂർജഹാൻ എവിടെയെന്ന്. അവളെങ്ങനെ ഇവിടെ ഉണ്ടാവുന്നത്? അവളെ തിരക്കണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി തിരക്കണം. ആ ഇത് തന്നെയാ സുബൈദി ആദ്യം പറഞ്ഞത്. ഒടുവിൽ എന്റെ കൈയുടെ ചൂട് ശരിക്കും അവൾ അറിഞ്ഞപ്പോഴാ അവൾ സത്യം പറഞ്ഞത്, ഇവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. പറ, ഇപ്പൊ അവളെ തേടി മൂന്നാമത്തെ തവണ ഞാൻ ഇവിടെ വരുന്നത്. പറ, അവൾ എവിടെയാ? അവളിവിടെ ഇല്ലെന്ന് നല്ല ഭാഷയാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. സംശയമായിട്ട് കയറി നോക്ക്. ആ നോക്കാം. ആ കയറി നോക്ക്. അല്ല ചുമ്മാതം. നൂർജഹാൻ, നൂർജഹാനെ. പൊന്നി ആ ഫോണിങ് എടുത്തേ. ഹോ, ഒരു കാലത്ത് മനുഷ്യന് സ്വസ്ഥത കിട്ടില്ല എന്ന് വെച്ചാൽ വലിയ കഷ്ടം തന്നെയാ. സത്യമേ, നൂർജഹാന. ഹലോ. സത്യാമ്മേ, ഞാൻ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്. അവിടെ വന്ന് മാമ ബഹളം വെക്കുമെന്ന് പറഞ്ഞ് അനൂപ എന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ്.